2021 ജൂലൈ 18 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്നും 27 വയസ്സുള്ള നൂർ മുഖാദമിനെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു. അന്ന് രാത്രി ഒരു 9 മണിയോടെ നൂർ വീട്ടിൽ നിന്നും പുറത്തു പോയിരുന്നു. എന്നാൽ അവൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മാത്രം ആരോടും പറഞ്ഞിരുന്നില്ല. അന്ന് രാത്രി മുഴുവൻ നൂറിന്റെ പാരന്റ്സ് അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തതേയില്ല. പക്ഷേ കാണാതായി 2-ാം ദിവസം നൂർ അമ്മയുടെ ഫോണിലേക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഇത് അവൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ സഹായിച്ചെങ്കിലും സമയം ഒത്തിരി വൈകിപ്പോയിരുന്നു. ഇസ്ലാമാബാദിലെ VIP മാത്രം താമസിച്ചിരുന്ന സെക്ടർ 7/4 എന്ന അഡ്രസ്സിലുള്ള വീടിനകത്തു നിന്നും തലയറുക്കപ്പെട്ട നിലയിലുള്ള നൂർ മുഖാദമിന്റെ മൃതദേഹം മാത്രമാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായിരുന്നു നൂർ മുഖാദമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ആരായിരുന്നു അവളുടെ കൊലപാതകത്തിന് പിന്നിൽ? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഒക്ടോബർ 23 ജോർദാന്റെ തലസ്ഥാനമായ അമാനിലാണ് നൂർ മുഖാദം ജനിച്ചത്. സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ഒരു പാകിസ്ഥാൻ കുടുംബമായിരുന്നു അവളുടേത്. പിതാവ് ഷൗക്കത്ത് മുഖാദം ദക്ഷിണ കൊറിയയിലും കസാക്കിസ്ഥാനിലും പാകിസ്ഥാൻ അംബാസിഡറായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ പാകിസ്ഥാനിൽ അറിയപ്പെടുന്നൊരു വ്യക്തിത്വമായിരുന്നു ഷൗക്കത്ത് മുഖാദം. വിരമിച്ച ശേഷം അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇസ്ലാമാബാദിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. അങ്ങനെയിരിക്കെ 2021 ജൂലൈ 18 ഷൗക്കത്ത് ഭാര്യയോടൊപ്പം ഷോപ്പിങ്ങിന് പോകുന്നു. രാത്രി 10 മണിക്ക് ശേഷമാണ് അവർ തിരിച്ചെത്തിയത്. ഈ സമയം നൂർ വീട്ടിലുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ഷൗക്കത്ത് മകളുടെ ഫോണിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ കോൾ എടുത്തില്ല. മെസ്സേജ് അയച്ചു നോക്കിയെങ്കിലും അതിനും പ്രതികരണമൊന്നും ലഭിച്ചില്ല. ജോർദാനിലാണ് നൂർ ജനിച്ചതെങ്കിലും അവൾ പഠിച്ചതും വളർന്നതുമെല്ലാം അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ കൾച്ചർ അവളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു. രാത്രി ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങി നടക്കുന്നതും അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്നതുമെല്ലാം അവളുടെ ശീലമായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പാരന്റ്സ് അതത്ര കാര്യമാക്കിയെടുത്തില്ല. എന്നാൽ അടുത്ത ദിവസവും നൂറിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ലഭിച്ചില്ല. സമയം കടന്നു പോകുന്തോറും ഷൗക്കത്ത് തന്റെ മകളെക്കുറിച്ചോർത്ത് കൂടുതൽ ആശങ്കാകുലനാകുന്നു. ഇതോടെ നൂർ മുഖാദമിന്റെ ചില സുഹൃത്തുക്കളെ അദ്ദേഹം വിളിച്ചു നോക്കി. എന്നാൽ അവൾ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കാർക്കും ഒരു അറിവുമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം, അതായത് ജൂലൈ 20 രാവിലെ ഷൗക്കത്ത് മുഖാദം മകളെ കഴിഞ്ഞ 2 ദിവസമായി കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി നൽകുന്നു. ഈ പരാതി നൽകി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതും നൂർ മുഖാദം അവളുടെ അമ്മയുടെ മൊബൈലിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. എന്തായിരുന്നു ആ വോയിസ് മെസ്സേജിൽ പറയുന്നത് എന്നുള്ള കാര്യം പോലീസോ നൂറിന്റെ കുടുംബമോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ആ മെസ്സേജ് ലഭിച്ചതിനു ശേഷം നൂറിന്റെ അമ്മ ആദ്യം വിളിച്ചത് സാഹിർ ജാഫർ എന്ന വ്യക്തിയുടെ ഫോണിലേക്കായിരുന്നു. നൂർ മുഖാദമിന്റെ എക്സ് ബോയ്ഫ്രണ്ട് ആയിരുന്നു സാഹിർ ജാഫർ. കഴിഞ്ഞ കുറെ കാലമായി നൂർ അവനുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല. സ്വാഭാവികമായും നൂറിന്റെ അമ്മ വിളിക്കുന്നത് കണ്ടപ്പോൾ സാഹിർ കോൾ അറ്റൻഡ് ചെയ്തില്ല. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞ് സാഹിർ തിരിച്ചു വിളിച്ച് കാര്യം തിരക്കുന്നു. നൂറിനെ കഴിഞ്ഞ 2 ദിവസമായി കാണാനില്ല എന്നും അവളെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിളിച്ചത് എന്നും പറഞ്ഞപ്പോൾ നൂറിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും കുറച്ചു നാളായി അവളോട് സംസാരിച്ചിട്ടില്ല എന്നുമായിരുന്നു സാഹിറിന്റെ മറുപടി. നൂർ മുഖാദമിന്റെ അമ്മയോടും പിന്നീട് അച്ഛനോടും ഏകദേശം 20 മിനിറ്റോളം സംസാരിച്ചതിനു ശേഷം സാഹിർ ഫോൺ വെച്ചു. ആ കോളിലുടനീളം സാഹിർ എന്തോ മറച്ചു വെക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. സ്വാഭാവികമായും ഈ കോൾ ഷൗക്കത്തിന്റെ ടെൻഷൻ ഇരട്ടിയാക്കി. കാരണം നൂർ സാഹിറിന്റെ കസ്റ്റഡിയിലാണോ എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ വീണ്ടും കടന്നുപോയി. അന്ന് രാത്രി ഒരു 10 മണിയോടെ ഷൗക്കത്തിന് ഇസ്ലാമാബാദിലെ കൗസർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. എത്രയും വേഗം ഇസ്ലാമാബാദിലെ സെക്ടർ Fലുള്ള 7/4 എന്ന വീട്ടിലെത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം. അത് ഒരു സാധാരണക്കാരന്റെ വീടായിരുന്നില്ല. പാകിസ്ഥാനിലെ പ്രമുഖ ബിസിനസ്സുകാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന സാഹിർ ജാഫറിന്റെ വീടാണ്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു സാഹിർ ജാഫർ, അതായത് നൂറിന്റെ എക്സ് ബോയ്ഫ്രണ്ട്. ഷൗക്കത്തിന് ആ വീട് നന്നായി അറിയാമായിരുന്നു.
കാരണം സാക്കിർ ജാഫറുമായി അദ്ദേഹത്തിന് ദീർഘകാലത്തെ സുഹൃത്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്. രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിലും നല്ല അടുപ്പമായിരുന്നു. ഈ പരിചയത്തെ തുടർന്നാണ് നൂറും സാഹിറും തമ്മിൽ പ്രണയത്തിലാവുന്നത്. എന്നാൽ അവർ ബ്രേക്കപ്പ് ആയതോടെ കുടുംബങ്ങൾക്കിടയിലും അകൽച്ച വന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭയത്തോടെയാണ് ഷൗക്കത്ത് ആ വീട്ടിലെത്തിയത്. അദ്ദേഹം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ആ വീട്ടിലെത്തിയ ഷൗക്കത്തിനെ പോലീസ് ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിഭയാനകമായ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് കാത്തിരുന്നത്. തലയറുത്ത നിലയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ആ റൂമിൽ കിടക്കുന്നു. അവളുടെ ശരീരമാസകലം ഗുരുതരമായ പരിക്കുകളാണ്. ആ മുറിയിൽ മുഴുവൻ രക്തം തളം കെട്ടി നിൽക്കുന്നു. ഡെഡ് ബോഡിക്കരികിലായി ഒരു കത്തിയും ഒരു പിസ്റ്റളും കിടക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ അതേ മുറിയിൽ സാക്കിർ ജാഫറിന്റെ മകൻ സാഹിർ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ നിലത്ത് കിടന്ന് ഒരു ഭ്രാന്തനെ പോലെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. മൊത്തം ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ മുറി മുഴുവൻ. പോലീസ് ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ ഷൗക്കത്തിനോട് പറയുന്നു. നിറകണ്ണുകളോടെ നിന്നിരുന്ന ഷൗക്കത്ത് കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നത് തന്റെ മകൾ നൂർ മുഖാദം തന്നെയാണെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വിഷമം താങ്ങാൻ കഴിയാതെ അദ്ദേഹം ഉച്ചത്തിൽ കരയാനും നിലവിളിക്കാനും തുടങ്ങി. ഐഡന്റിറ്റി സ്ഥിരീകരിച്ചതോടെ പോലീസ് നൂർ മുഖാദമിന്റെ മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകുന്നു. ഒപ്പം ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുകയായിരുന്ന സാഹിർ ജാഫറിനെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം അവനാണ് ഈ ക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നത്. കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു നയതന്ത്രജ്ഞന്റെ മകളാണ്. കൊന്നിരിക്കുന്നത് ഒരു പ്രമുഖ ബിസിനസ്സുകാരന്റെ മകനും. സ്വാഭാവികമായും കേസ് പാകിസ്ഥാൻ മുഴുവൻ ചർച്ചയായി. മകനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാക്കിർ ജാഫർ പണമെറിഞ്ഞ് വിഷയം മൂടിവെക്കാൻ ശ്രമിക്കുന്നതായി കിംവദന്തികൾ ഉയർന്നതോടെ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ഇതോടെ സാഹിർ ജാഫറിനെതിരായ നടപടിക്രമങ്ങൾ വേഗത്തിലാവുന്നു. പോലീസ് അന്വേഷണത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇരു കുടുംബങ്ങളും വളരെ കാലം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരുന്നവരാണ്. അതിൽ തന്നെ സാഹിർ ജാഫറിന് അമേരിക്കൻ പൗരത്വവും പാകിസ്ഥാൻ പൗരത്വവും ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ താമസിച്ചു വരുമ്പോഴാണ് നൂർ മുഖാദമും സാഹിറും പരിചയപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. കാലക്രമേണ അവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. രണ്ടുപേരുടെയും പാരൻസും ഈ ബന്ധത്തെ പൂർണ്ണമായും പിന്തുണച്ചു. കാരണം വർഷങ്ങളുടെ സൗഹൃദം അവർക്കിടയിലുണ്ടായിരുന്നു. ഈ സൗഹൃദത്തെ ഒരു ബന്ധമാക്കി മാറ്റുന്നതിൽ അവർക്കെല്ലാം സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്രമേണ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു വീണു. സാഹിർ പതിവായി ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഒരു ഘട്ടത്തിൽ ഡി അഡിക്ഷൻ സെന്ററിൽ വരെ സാഹിറിനെ പ്രവേശിപ്പിക്കേണ്ടതായി വന്നു. കൂടാതെ ചില ക്രിമിനൽ കേസുകളിലും സാഹിർ പ്രതിയായി. പിതാവിന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അവൻ പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും നൂർ മുഖാദമുമായുള്ള അവന്റെ പ്രണയബന്ധം തകരാൻ തുടങ്ങി. 2019 ഇരു കുടുംബങ്ങളും പാകിസ്ഥാനിലേക്ക് മടങ്ങി. അതിനു മുന്നായി തന്നെ നൂർ മുഖാദം സാഹിറുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരുന്നു. ഇത് ഇരു കുടുംബങ്ങളുടെ സൗഹൃദത്തിലും വിള്ളൽ വീഴ്ത്തുന്നു. എന്നാൽ കാലം കടന്നുപോകുന്തോറും നൂറും സാഹിറും തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു വരാൻ തുടങ്ങി. 2021 അവരുടെ ബന്ധം ഒരു പരിധിവരെ മെച്ചപ്പെട്ടു. അവർക്കിടയിൽ ഫോൺ കോളുകൾ ആരംഭിക്കുന്നു. എന്നാൽ ഒരു സൗഹൃദത്തിനപ്പുറം മറ്റൊന്നിനും നൂറിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് സാഹിറിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അമേരിക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോവാനും അവിടെ സ്ഥിരതാമസമാക്കാനും തീരുമാനിച്ചിരുന്നു. ഇതിൻ പ്രകാരം 2021 ജൂലൈ 7 സാഹിർ ജാഫർ ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ജൂലൈ 19 പുലർച്ചെ 3:50 ഫ്ലൈറ്റ്. ഒപ്പം എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു ടാക്സിയും അവൻ ബുക്ക് ചെയ്യുന്നു. ഇതിനെല്ലാം ശേഷം അവൻ നൂറിനെ ഫോൺ വിളിച്ച് കുറച്ചു നേരം സംസാരിക്കുന്നു. ആ ഒരു ഫോൺ കോളാണ് അവളുടെ ജീവിതം തന്നെ തകർത്തു കളഞ്ഞത്. ഞാൻ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും നമ്മൾ പരസ്പരം കാണില്ല എന്നും രണ്ടുപേരും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അവസാനമായി നമുക്കൊന്നുകൂടി നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് സാഹിർ അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ നൂറിന് എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ വരാമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ സാഹിറുമായി വീണ്ടും സംസാരിച്ചു തുടങ്ങിയ കാര്യം നൂർ പാരൻസിനോട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യവും അവൾ മറച്ചുവെക്കുന്നു. ഇതാണ് നൂർ മുഖാദം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ
ജൂലൈ 18 രാത്രി ഒരു 9 മണിയോടെ നൂർ അവളുടെ വീട്ടിൽ നിന്നുമിറങ്ങി ഏകദേശം 10 മണിയോടെ സാഹിർ ജാഫറിന്റെ വീടിന് മുന്നിൽ എത്തുന്നു. പിന്നീട് അങ്ങോട്ട് നടന്ന പല കാര്യങ്ങളും ആ വീട്ടിൽ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ നിന്നും പോലീസുകാർ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കുന്നു. ജൂലൈ 19 പുലർച്ചെ 2:15 ആ വീടിന് മുന്നിൽ ഒരു ടാക്സി വന്നു നിന്നു. അത് എയർപോർട്ടിലേക്ക് പോകുന്നതിനായി സാഹിർ ബുക്ക് ചെയ്ത ടാക്സിയായിരുന്നു. സാഹിറിന്റെ കൂടെ നൂറും ആ ടാക്സിയിൽ കയറി പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട്. പക്ഷേ 2:35 തന്നെ ആ ടാക്സി തിരികെ എത്തി. തുടർന്ന് സാഹിർ നൂറിനെ ബലമായി ആ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. ഫ്ലൈറ്റ് മിസ്സാവുമെന്നുറപ്പായതോടെ തന്നോട് ടാക്സി ധരിക്കാൻ സാഹിർ പറയുകയായിരുന്നു എന്നും യാത്രയിലുടനീളം നൂർ നിശബ്ദയായിരുന്നു. അതേസമയം സാഹിർ അവളോട് തുടർച്ചയായി തർക്കിച്ചുകൊണ്ടേയിരുന്നു എന്നുമാണ് ടാക്സി ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയത്. തുടർന്ന് സാഹിർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും ആ വീട്ടിലെ ജീവനക്കാരുടെ മൊഴികളും അതുപോലെ CCTV ദൃശ്യങ്ങളും വെച്ച് ആ വീട്ടിൽ നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും പോലീസ് മനസ്സിലാക്കിയെടുക്കുന്നു. അത് ഇങ്ങനെയാണ്. സാഹിറിന്റെ പേരൻസ് ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതിനായി കറാച്ചിയിലേക്ക് പോയിരുന്നതിനാൽ അന്ന് ആ വീട്ടിൽ സാഹിറും വീട്ടുജോലിക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി 10 മണിക്ക് നൂർ ആ വീട്ടിലെത്തിയ സമയത്ത് കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം നൂറിന്റെ മൊബൈൽ തുടർച്ചയായി റിങ് ചെയ്യാൻ തുടങ്ങുകയും അവൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാൻ തയ്യാറെടുക്കുകയും ചെയ്തതോടെ സാഹിറിന്റെ സ്വഭാവം മാറി. അവൻ നൂറിനോട് ദേഷ്യപ്പെടുകയും ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. നൂറിന്റെ പാരൻസ് ആണ് അവളുടെ മൊബൈലിലേക്ക് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലായതോടെ സാഹിർ അവളുടെ ഫോൺ കൈവശപ്പെടുത്തുകയും നൂറിനെ തടവിലാക്കി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. ജൂലൈ 19 പുലർച്ചെ 3:50 സാഹിർ ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റ് കയറേണ്ടതായിരുന്നു. അതിനുവേണ്ടി അവർ ടാക്സിയിൽ എയർപോർട്ടിലേക്ക് തിരിക്കുകയും ചെയ്തതാണ്. എന്നാൽ എയർപോർട്ടിലെത്താൻ മതിയായ സമയമുണ്ടായിരുന്നിട്ടും അവൻ ടാക്സി വീട്ടിലേക്ക് തന്നെ തിരിച്ചുവിടാൻ പറഞ്ഞു. കാരണം നൂറിനെ വെറുതെ വിടാൻ സാഹിർ ഉദ്ദേശിച്ചിരുന്നില്ല. വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് സാഹിറിന്റെ കൊടിയ പീഡനങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ 24 മണിക്കൂർ കടന്നുപോയി. ആ ഓരോ മണിക്കൂറും നൂറിന് ഒരു യുഗം പോലെയാണ് തോന്നിയത്. തീയതി ജൂലൈ 20. സാഹിറിന്റെ കണ്ണു വെട്ടിച്ച് നൂർ മുഖാദം അമ്മയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. ഇത് മനസ്സിലാക്കിയ സാഹിർ പീഡനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. പോലീസ് പരിശോധനയ്ക്കിടെ സാഹിറിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ പ്രകാരം മർദ്ദനത്തിൽ നിന്നും രക്ഷപ്പെടാൻ നൂർ പലതവണ ബാൽക്കണിയിലേക്ക് ഓടുന്നതും സാഹിർ അവളെ വലിച്ചൊഴിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും കാണുന്നുണ്ട്. ഒരു തവണ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടിയ നൂർ ആ വീടിന്റെ ഫ്രണ്ട് ഗേറ്റ് വരെ എത്തിയതാണ്. പക്ഷേ ആ വീട്ടിലെ സുരക്ഷാ ജീവനക്കാരൻ അവളെ തടഞ്ഞു നിർത്തുകയും പുറകെ ഓടിയെത്തിയ സാഹിറിന് അവളെ പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ സഹായിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട്. ഇതേസമയം സുരക്ഷാ ജീവനക്കാരനായ മുഹമ്മദ് ഇഫ്തിഖർ ഈ കാര്യം കറാച്ചിയിലായിരുന്ന സാഹിറിന്റെ പാരൻസിനെ വിളിച്ച് പറയുന്നു. എന്നാൽ പാരൻസ് ഈ കാര്യം പോലീസിൽ അറിയിക്കുന്നതിന് പകരം ഒരു സൈക്കോതെറാപ്പി സെന്ററിലേക്കാണ് വിളിച്ചത്. സാഹിർ ആ സൈക്കോതെറാപ്പി സെന്ററിൽ ചികിത്സയിലിരിക്കുന്ന വ്യക്തിയാണ്. കുറച്ചു സമയത്തിന് ശേഷം സൈക്കോതെറാപ്പി സെന്ററിൽ നിന്നുമുള്ള ജീവനക്കാരെത്തി ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. പക്ഷേ സാഹിർ എല്ലാ വാതിലുകളും അകത്തു നിന്നും പൂട്ടിയിരുന്നതിനാൽ അവരുടെ ശ്രമം പലതവണ പരാജയപ്പെട്ടു. പക്ഷേ ഒരു ജീവനക്കാരൻ ബാൽക്കണി വഴി സാഹിറിന്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ സമയം വളരെ വൈകിയിരുന്നു. ആ റൂമിനകത്ത് കഴുത്തറുക്കപ്പെട്ട നിലയിലുള്ള നൂർ മുഖാദമിന്റെ ഡെഡ് ബോഡി മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. ഡെഡ് ബോഡിക്കരികിൽ അക്രമാസക്തനായി നിൽക്കുകയായിരുന്ന സാഹിർ ആ ജീവനക്കാരനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ആ റൂമിന്റെ ഡോർ തുറക്കാൻ കഴിഞ്ഞതോടെ മറ്റുള്ള ജീവനക്കാർ അകത്തു കയറുകയും സാഹിറിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അവർ സാഹിറിന്റെ കൈകാലുകൾ ബന്ധിച്ചതിനു ശേഷം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോലീസ് നൂറിന്റെ പാരൻസിനെ വിവരമറിയിച്ചത്. കൊലപാതകത്തെ തുടർന്ന് പാകിസ്ഥാൻ പീനൽ കോഡിലെ സെക്ഷൻ 302 പ്രകാരം സാഹിർ ജാഫറിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 4 ദിവസത്തിനു ശേഷം കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നുള്ള സംശയത്തിന്റെ പുറത്ത് ജാഫറിന്റെ മാതാപിതാക്കളും വീട്ടുജോലിക്കാരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൂടാതെ സൈക്കോതെറാപ്പി സെന്ററിലെ ജീവനക്കാരുടെ പങ്കും പോലീസ് അന്വേഷിച്ചു.
സാഹിറിന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്ത ഡാറ്റയിൽ നിന്ന് മുൻപും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ ലഭിച്ചു. പ്രതി രാജ്യം വിടുന്നത് തടയാൻ പാകിസ്ഥാൻ സർക്കാർ സാഹിർ ജാഫറിന്റെ പേര് പ്രൊവിൻഷ്യൽ നാഷണൽ ഐഡന്റിഫിക്കേഷൻ ലിസ്റ്റിലും എക്സിറ്റ് കൺട്രോൾ ലിസ്റ്റിലും ഉൾപ്പെടുത്തി. 2021 ഓഗസ്റ്റ് 15 കൊലപാതകത്തിൽ സാഹിർ ജാഫറിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന വിരലടയാളങ്ങളും ലൈംഗിക പീഡനം നടന്നിട്ടുള്ളതിന്റെ തെളിവായ DNA-യും കണ്ടെത്തുന്നതിൽ പോലീസ് വിജയിച്ചു. ഇതേ തുടർന്ന് പ്രാദേശിക കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു. മാസങ്ങൾ നീണ്ടുപോയ വിചാരണയ്ക്ക് ശേഷം 2022 ഫെബ്രുവരി 24 കേസിൽ വിധി പ്രഖ്യാപിക്കുന്നു. വിധിന്യായത്തിൽ സാഹിർ ജാഫറിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി നൂറിന്റെ കൊലപാതകത്തിന് വധശിക്ഷയും ബലാത്സംഗത്തിന് 25 വർഷം തടവും വിധിച്ചു. സാഹിർ ജാഫറിന്റെ വീട്ടിലെ സുരക്ഷാ ജീവനക്കാരനായ മുഹമ്മദ് ഇഫ്തിഖറിനും തോട്ടക്കാരനായ മുഹമ്മദ് ജാനും കൊലപാതകത്തിന് കൂട്ടുനിന്നതിന് 10 വർഷം തടവും ശിക്ഷ വിധിച്ചു. സാഹിറിന് മാനസിക വൈകല്യമുണ്ടെന്നും ഈ കാരണങ്ങളാൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണമെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും ആ വാദം കോടതി തള്ളി. പിന്നീട് സാഹിറിന്റെ മാതാപിതാക്കൾ, പാചകക്കാരൻ ജാമിൽ, തെറാപ്പി വർക്ക്സ് ജീവനക്കാർ എന്നിവർക്കെതിരെ ഒരു തെളിവും കോടതിക്ക് കണ്ടെത്താൻ കഴിയാത്തതിനാൽ അവരെയെല്ലാം കുറ്റവിമുക്തരാക്കി. ഇതിനു പുറമെ നൂറിന്റെ കുടുംബത്തിന് 1.5 ദശലക്ഷം രൂപ നഷ്ടപരിഹാരവും വിധിച്ചു. പ്രാഥമിക വിധിന്യായത്തിന് ശേഷം പ്രതിഭാഗം നിരവധി അപ്പീലുകൾ നൽകിയെങ്കിലും 2022 സെപ്റ്റംബർ 14 ഇസ്ലാമാബാദ് ഹൈക്കോടതി പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. തുടർന്ന് 2023 ഏപ്രിൽ 12 സാഹിർ ജാഫർ പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിക്കൊണ്ട് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തു. എന്നാൽ 2025 മെയ് 20 പാകിസ്ഥാൻ സുപ്രീം കോടതി സാഹിർ ജാഫറിന്റെ അപ്പീൽ തള്ളുകയും നൂർ മുഖാദമിന്റെ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു. എന്നാൽ കൂട്ടുപ്രതികളായ മുഹമ്മദ് ഇഫ്തിഖർ, മുഹമ്മദ് ജാൻ എന്നിവർ മതിയായ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും അതിനാൽ അവരെ വിട്ടയക്കണമെന്നും കോടതി ഉത്തരവിട്ടു. നിലവിൽ റാവൽപിണ്ടി സെൻട്രൽ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുകയാണ് സാഹിർ ജാഫർ. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.